ഇങ്ങനെ എതിർത്തപ്പോ അതിൽ നല്ലതും ഉണ്ടെന്ന് ഞാൻ കാണിച്ചു എന്നുള്ളൂ. എല്ലാത്തിലും പോരായ്മ ഉണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ നാസർ ഖുർആൻ എങ്ങനെ വിമർശിച്ചു പോകും, അതേപോലെ ബൈബിളിൽ വിമർശിച്ചോ, അതേപോലെ അപ്പുറത്ത് മറ്റുള്ള ഗ്രന്ഥങ്ങളിലും ഉണ്ട് ഈ സ്മൃതികൾ, മനുസ്മൃതി, ഈ പറയുന്ന സാധനത്തിലും അന്യമത വിദ്വേഷം ഉണ്ട്. അതുകൂടി ഒന്ന് നാസർ അഡ്രസ് ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് പറയുന്നു. അത്രയേ ഉള്ളൂ. ഈ നാസർ കരഞ്ഞു. ഓക്കെ ഓക്കെ. ഇപ്പൊ തന്നെ ഓക്കെ, കിങ് എന്ന് കൂട്ടി. ഇപ്പൊ തന്നെ ഇദ്ദേഹം തുടങ്ങിയത് 5:32 അദ്ദേഹം പറഞ്ഞു ഞാൻ ആയത്ത് കണ്ടിട്ടേ ഇല്ല എന്ന്. ഇപ്പൊ ഈ കിങ് ഉണ്ടല്ലോ, ഇവിടെ ഒരു കള്ളം പറഞ്ഞു, നിങ്ങൾക്കൊന്നും മനസ്സിലായി കാണുകയില്ല, പക്ഷെ എനിക്ക് മനസ്സിലായി. 5:32 ഇദ്ദേഹം മുറിച്ചാണ് ഓതിയത്. എവിടെ തൊട്ടാ ഓതിയെന്നറിയോ ഇദ്ദേഹം? ഞാൻ പറഞ്ഞു തരുന്നേ പറയാവുള്ളൂ, ഇടയ്ക്കാരത് കേട്ടോ. ഇദ്ദേഹം ഓതിയത് നിങ്ങൾ വേണേ റീപ്ലേ എടുത്തോ. മൻ ഖത്തല നഫ്സൻ ബി ഒയ്രി നഫ്സിൻ ഔ ഫസാദൻ ഫിൽ അർളി ഫകഅന്നമാ ഖത്തലൻ നാസ ജമീഅൻ. അതിന്റെ അർത്ഥം, ഒരു മനുഷ്യനെ നിങ്ങൾ മറ്റൊരു മനുഷ്യന് പകരമായിട്ടല്ലാതെ കൊന്നാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. ഇത് മുസ്ലിമീങ്ങൾക്കുള്ള പിന്നെ മുസ്ലിമീങ്ങളോട് പറഞ്ഞിരിക്കുന്നതാണ് എന്ന രീതിയിലാണ് അദ്ദേഹം ആയത്ത് അദ്ദേഹം മുറിച്ചു കേട്ടോ. അതിന് മുമ്പുണ്ട് ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് 5:32 മന്നജലി ദാലിക കതബുന അലാ ബനി ഇസ്രായീല അന്നഹു. അതിന് ശേഷമാണ് തുടങ്ങുന്നത് മൻ ഖതല നഫ്സൻ ബി ഒയ്രി നഫ്സിൻ ഔ ഫസാദൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലൻ നാസ ജമീഅൻ. മനസ്സിലായോ? അത് തുടങ്ങുന്നത് ഇപ്രകാരം നാം ഇസ്രയേൽ സന്തതികൾക്ക് ഇക്കാരണത്താൽ നാം ഇസ്രയേൽ സന്തതികൾക്ക് ഇപ്രകാരം വിധി നൽകിയിട്ടുണ്ട്. അതിനുശേഷം പറയുന്നത് മൻ ഖതല നഫ്സൻ ബി ഒയ്രി നഫ്സിൻ ഔ ഫസാദൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലൻ നാസ ജമീഅൻ മൻ അഹിയാഹ ഫകഅന്നമാ അഹിയൻ നാസ ജമീഅൻ. അത് കിങ് ഓതിയില്ല. മൻ അഹിയാഹ ഫകഅന്നമാ അഹിയൻ നാസ ജമീഅൻ എന്നും കൂടി ഉണ്ട് കിങ്. ഇത് ആർക്കുള്ളതാണെന്ന് അറിയാമോ? ഇസ്രയേൽ മക്കൾക്കുള്ളതാണ്, ജൂതന്മാർക്കുള്ള നിയമമാണ്, മുസ്ലിങ്ങൾക്കുള്ളതല്ല. മനസ്സിലായോ? മിൻ അജലി ദാലിക കതബുന അലാ ബനി ഇസ്രായീല അന്നഹു. അക്കാരണത്താൽ നാം ഇപ്രകാരം ഇസ്രയേൽ സന്തതികൾക്ക് വിധി നൽകിയിരുന്നു. അതിനുശേഷം ഇസ്രയേൽ സന്തതികൾക്ക് കൊടുത്ത വിധിയാണിത്. മൻ ഖതല നഫ്സൻ ബി ഒയ്രി നഫ്സിൻ ഔ ഫസാദൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലൻ നാസ ജമീഅൻ. ഒരു മനുഷ്യനെ കൊന്നതിന് പകരമായിട്ടല്ലാതെ മറ്റൊരു മനുഷ്യനെ നിങ്ങൾ കൊന്നാൽ അത് മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. അതിനുശേഷം പറയുന്നുണ്ട് മൻ അഹിയാഹ, നിങ്ങൾ ആരെയെങ്കിലും രക്ഷിച്ചാൽ ഫകഅന്നമാ അഹിയൻ നാസ ജമീഅൻ, മുഴുവൻ മനുഷ്യരെയും രക്ഷിച്ചതുപോലെയാണ്. ഇത് ഇസ്രായേൽ സന്തതികൾക്കുള്ളതാണ്, മുസ്ലിമീങ്ങൾക്കുള്ളതല്ല, മുഹമ്മദിന്റെ അനുയായികൾക്കുള്ളതല്ല. ഇത് നിങ്ങൾ മുറിച്ചോന്നാ ഓതിയത്. ഇവിടെ മൻ ഖതല നഫ്സൻ എന്നും പറഞ്ഞാണ് തുടങ്ങിയതല്ലേ. അതിന്റെ മുകളിലുണ്ട് മിൻ അജലി ദാലിക കതബുന അലാ ബനി ഇസ്രായീല അന്നഹു. എന്തേ അത് മുറിച്ചു? എന്തേ അത് പറഞ്ഞില്ല? പറയുമ്പോ തെറ്റുമല്ലേ? പറയുമ്പോ ഇവിടെ മണ്ടത്ര നാസർ ഇതൊന്നും കണ്ടിട്ടില്ല എന്നോർത്തല്ലേ കിങ്? നാസർ ഇതൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് നാസർ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾ മുറിച്ചല്ലേ മിൻ അജലി ദാലിക കതബുന അലാ ബനി ഇസ്രായീല ഓതാതെ മൻ ഖതല നഫ്സൻ ബി ഒയ്രി നഫ്സിൻ ഔ ഫസാദൻ ഫിൽ അർളി അവിടെ നോദിയല്ലേ. അവിടെ പറഞ്ഞിരിക്കുന്നത് അക്കാരണത്താൽ നാം ഇപ്രകാരം ഇസ്രയേൽ സന്തതികൾക്ക് വിധി നൽകി. ഇസ്രയേൽ സന്തതികൾക്കുള്ള വിധിയാണിത്, അല്ല മുസ്ലിമീങ്ങൾക്കുള്ളതല്ല. മുസ്ലിമീങ്ങൾക്കുള്ള 5:33 കിടപ്പുണ്ട്. അധികം ആയത്തുകളൊക്കെ അധികം സൂറയിലേക്ക് ഉണ്ട്. തൊട്ടടുത്ത ആയത്തിലേക്ക് കിടക്കുന്ന 5:33 ഇന്നമാ ജസാഉല്ലദീന യുഹാരിബൂനല്ലാഹു വറസൂലഹു ഫയസ്ഊന ഫിൽ അർളി ഫസാദൻ വയുഖതലു വയുസലബു ഔ തുഖത ഐദിഹിം വഅർജുലുഹും മിൻ ഖിലാഫിൻ ഫയുൻഫൗ ഫിൽ അർളി ദാലിക ലഹും ഖിസ്യും ഫിദ് ദുനിയ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. അതാണ് മുസ്ലിമീങ്ങൾക്കുള്ളത്. അതിന്റെ അർത്ഥം എന്താ അറിയോ? അള്ളാഹുവിനെയോ അവന്റെ ദൂതനെയോ എതിർക്കുകയോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയോ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം എന്തെന്നാൽ അവർ കൊല്ലപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകാലുകൾ എതിർദിശകളിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ ചെയ്യുക എന്നതാകുന്നു. അത് അവർക്ക് ഈ ഭൂമിയിലുള്ള ശിക്ഷയാകുന്നു, പരലോകത്ത് ഇതിലും വലിയ ശിക്ഷ കാത്തിരിക്കുന്നു. 5:33 മനസ്സിലായോ? നീ ഇപ്പൊ 5:32 മുറിച്ചോതി, ഞാൻ 5:32 മൊത്തം ഓതി ഇപ്പൊ മനസ്സിലായല്ലേ? 5:32 നീ മുറിച്ചു. മറ്റുള്ളവർ ഓർക്കുകയാണെന്നോർത്തല്ലേ? ഇത് നിങ്ങളുടെ പണ്ഡിതന്മാരുടെ എല്ലാ അടവാണ്. മിക്ക ഇസ്ലാമിക പണ്ഡിതന്മാർ ഓതും ഈ 5:32 എടുത്തു ഓതും. എവിടം തൊട്ട് ഓതും? നീ ഇപ്പൊ ഓതിയവിടം തൊട്ട് മൻ ഖതല നഫ്സൻ ബി ഒയ്രി നഫ്സിൻ ഔ ഫസാദൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലൻ നാസ ജമീഅൻ. അവിടെ ഓതുള്ളൂ. അതിന്റെ മുകളിൽ ഓതുകളാ മിൻ അജലി ദാലിക കതബുന അലാ ബനി ഇസ്രായീല അന്നഹു. അത് മുറിക്കും. അത് മുറിച്ചേച്ച് താഴോട്ട് ഓതുമല്ലേ. ഈ അടവൊന്നും എന്നോട് നടക്കുകയല്ല കിങ്ങ. ഇതൊക്കെ വല്ല സുഡാപ്പി പിള്ളേരോട് പോയി പറ കേട്ടോ. ഇതൊന്നും എന്നോട് നടക്കുകയല്ല. നാസർ ഇതൊക്കെ പഠിച്ചിട്ട് തന്നെയാ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ മുറിക്കുന്നത് ഞാൻ പലരിടത്തും കണ്ടിട്ടുണ്ട്. പല മൊയ്ലിയാക്കന്മാരും ഇത് മുറിച്ചിട്ടുണ്ട്. ഇത് നീയും ഇവിടെ മുറിച്ചു. ഇത് മുസ്ലിമീങ്ങൾക്കുള്ളതല്ല, ഇത് ജൂതന്മാർക്കുള്ള വിധിയാണ്. മുസ്ലിമീങ്ങൾക്കുള്ള തൊട്ടടുത്ത് കിടക്കുന്ന ആയത്ത് ഞാനിപ്പോ പോയി 5:33. ഈ 5:33 പ്രകാരമാണ് നമ്മുടെ ജോസഫ് വാഷിന്റെ കയ്യും കാലും വെട്ടിയത്, വലത് കൈയും ഇടത് കാലും വെട്ടിയിട്ടത്. ഇവിടെ ഇസ്ലാമിന് വെളുപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇസ്ലാമിന് ഒരു കാരണവശാലും നിനക്ക് വെളുപ്പിന് നടക്കില്ല. ഇസ്ലാമിൽ ഒരു കാര്യം ഒരിടത്ത് പറഞ്ഞ വേറൊരിടത്ത് മാറ്റി പറയുന്നുണ്ട്. 9:123 ഖാത്തല്ലദീന യലൂനകും മിനൽ കുഫാരി വയജിദു ഫീകും ഇല്ലത്തൻ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ.
അല്ലയോ മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അയൽവാസികളെ ആ മുസ്ലിമീങ്ങളോട് പോയി യുദ്ധം ചെയ്യുക. ആ യുദ്ധത്തിൽ അവർ രൂക്ഷത കണ്ടെത്തണം. അയൽവാസി, തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസി ആ മുസ്ലിം ആണെങ്കിൽ കാഫിർ ആണെങ്കിൽ അവനോട് പോയി കൊല്ലാനാ പറഞ്ഞിരിക്കുന്നത്. അവനോട് പോയി യുദ്ധം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാത്തലഹും എന്ന് പറഞ്ഞാൽ കൊല്ലാനും യുദ്ധം ചെയ്യാനും അർത്ഥമുണ്ട്. ഇസ്ലാമിൽ അറബിയിൽ കാത്തലഹും എന്ന വാക്കിന് കൊല്ലാനും ഉണ്ട് യുദ്ധം ചെയ്യാനും ഉണ്ട്. അയൽവാസിയെ കൊല്ലാം, അല്ലെ യുദ്ധം ചെയ്യേണ്ട വന്നാൽ യുദ്ധം ചെയ്യാൻ, രണ്ടിനും അനുവാദം കൊടുത്തിരിക്കുക. തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസിയെ. എന്നിട്ടാണ് ഇവിടെ വന്ന് ഇസ്ലാമിനെ വിളിപ്പിക്കുന്ന 3:19 ഇന്നദ്ദീന ഇൻദല്ലാഹുൽ ഇസ്ലാമ, തീർച്ചയായും അള്ളാഹുങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാകുന്നു. 8:55 ഇന്നമാ ശർറ ദവാബി ഇൻദല്ലാഹിൽ ലദീന കഫറു ഫഹും ലാ യുമിനൂൻ, തീർച്ചയായും സൃഷ്ടികളിൽ ഏറ്റവും, ജന്തുക്കളിൽ ഏറ്റവും നികൃഷ്ടർ ബഹുദൈവ വിശ്വാസികളാകുന്നു. മനസ്സിലായി? ഇതൊക്കെയാണ് ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിന് വിളിപ്പിക്കാൻ പറയണ്ട. ആയത്ത് മുറിച്ചേച്ച് പകുതി ഓതി കേൾപ്പിച്ചും ഇത് മുസ്ലിമീങ്ങൾക്കുള്ളതാണ് എന്നും പറഞ്ഞും പറയണ്ട. ഇതൊക്കെ ഇവിടെ പൊളിക്കപ്പെടും കിങ്ങേ. ഓക്കെ, അമീർ അറിയോ എന്തെങ്കിലും മറുപടി ഉണ്ടോ? അദ്ദേഹത്തെ പറഞ്ഞു. അറിയോ? നമുക്ക് അധികം സമയമില്ല. തീർച്ചയായിട്ടും കുറച്ച് മറുപടി ഉണ്ട്. കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും മറുപടി ഉണ്ട്. പറഞ്ഞോളൂ. ഈ പറയുന്ന ഖുർആനില് ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാല് മൂസയുടെ ഈ പറയുന്ന പോലെ അന്നത്തെ മൂസയെ പ്രവാചകരായിട്ട് അംഗീകരിച്ചിരുന്ന വിഭാഗത്തെയാണ് ഈ പറയുന്ന പോലെ ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. പിന്നെ വ്യക്തമായിട്ട് ഈ പറയുന്ന തോറയുമായി ബന്ധപ്പെട്ട് 5:48 ഇദ്ദേഹം വായിച്ചിട്ടില്ല. ഈ പറയുന്ന ഇസ്ലാം തോറയെയും സുവിശേഷത്തെയും ബഹുമാനിക്കുന്നു. പക്ഷെ ഖുർആനിനെയാണ് ഇസ്ലാം അന്തിമ ഗ്രന്ഥമായിട്ട് ഈ പറയുന്ന പോലെ അംഗീകരിക്കുന്നത്. പിന്നെ അതേപോലെ ഇദ്ദേഹം വായിച്ച 5:72 5:77 വായിച്ചിട്ടില്ല. 5:110 മുതൽ 5:120 വരെ വായിച്ചിട്ടില്ല. യേശുവിന്റെ ദൈവത്തെ നിരാകരിക്കുന്നു എങ്കിൽ പോലും യേശുവിനെ ഈ പറയുന്ന പോലെ, യേശുവിന്റെ ജനതയെ ഈ പറയുന്ന പോലെ അംഗീകരിക്കണം. യേശു പ്രവാചകനാണ് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് തോറയെ അംഗീകരിക്കുന്ന വിഭാഗത്തെ പറഞ്ഞിട്ടുള്ളത്. അവരോടുള്ള ഉടമ്പടി എന്ന് പറഞ്ഞാല് ആ ഒരു അധ്യായം എന്ന് പറഞ്ഞാല് ഈ പറയുന്ന സൂറത്തുൽ മാഇദ എന്ന് പറയുന്ന അധ്യായം എന്തിനാന്ന് പോലും ഇദ്ദേഹത്തിന് അറിയില്ല. ആ മാഇദയിൽ പറയുന്നത് ആ വിഭാഗത്തെ പറ്റിയിട്ടല്ലേ. ഈ പറയുന്ന 5-ാമത്തെ സൂറത്താണ്. അത് ഏറ്റവും ദൈർഘ്യമേറിയ ഒന്നുകളിൽ പെട്ടതാണ്. ഈ പറയുന്ന പോലെ പരസ്പര ഉടമ്പടികള്, ഈ പറയുന്ന വിശ്വാസപരമായിട്ടുള്ള ബന്ധങ്ങള്, ഈ പറയുന്ന ഒരു മനുഷ്യന്റെ നീതി ധാർമ്മികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ അധ്യായത്തിൽ ഒന്നാണ്. നിങ്ങൾ കേട്ടായിരുന്നോ? പുള്ളി പറഞ്ഞ ഞാൻ കുറെ ഒന്നും കേട്ടില്ല കേട്ടോ. നിങ്ങൾ കേട്ടായിരുന്നോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എവിടെ ഉണ്ടോ? അല്ല, പുള്ളി പറഞ്ഞ ഞാൻ കുറെ കേട്ടു. അതിന് മറുപടി കൊടുക്കാം. പുള്ളി ഇപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു മിനിറ്റ് ഉണ്ടെന്നേ സ്മൈലി ഇട്ടാ കണ്ടില്ലേ? പുള്ളി സ്മൈലി ഇട്ടെന്നേ, പുള്ളി ഉണ്ട് ഇവിടെ. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പുള്ളി ഇവിടെ 5:32 മുറിച്ച് ഓതി. അത് ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ പൂർണ്ണമായിട്ട് ഓതി. അവിടെയാണ് പുള്ളിക്ക് ആകെ ഇതായി. അതുകൊണ്ടാണ് പുള്ളി ഇത് ഓരോന്ന് പറഞ്ഞത്. എന്റെ പൊന്നു നിങ്ങ, ഞാൻ പറഞ്ഞിട്ടില്ല മറ്റു മതങ്ങളിൽ നല്ല വശമുണ്ട്, മറ്റു മതങ്ങൾ നല്ലതാണെന്ന് ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ ഏതെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ക്രൈസ്തവ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം നല്ല കാര്യമാണ്, അല്ലെങ്കിൽ ഹൈന്ദവ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന നല്ല കാര്യമാണ്, തോറയിൽ പറഞ്ഞെല്ലാം നല്ല കാര്യം ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും മതവിശ്വാസിയാകണ്ടേ? ഇസ്ലാം വിട്ട് ഞാൻ ഏതെങ്കിലും മതവിശ്വാസി? ഞാൻ ഒരു മതത്തിലും വിശ്വസിച്ചിട്ടില്ല. കാരണം എന്താ? എനിക്കറിയാം എല്ലാ മതങ്ങളും മോശമാണെന്നുള്ള എനിക്കും അറിയാവുന്നേ. പക്ഷെ നിങ്ങളെപ്പോലുള്ളവരുടെ ഇസ്ലാമിനെ വെളുപ്പിക്കാൻ വരുന്നതാണ് വിഷയം. നിങ്ങൾ ഇവിടെ ഇസ്ലാമിനെ വെളുപ്പിക്കാൻ വരുമ്പോഴാണ് ഇസ്ലാം എന്ന് പറയുന്നത് പക്കാ മോശമാണ്. നിങ്ങൾ പന്നിത്തീട്ടത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് പട്ടിക്കാഷ്ടത്തെ വെളുപ്പിക്കാൻ നോക്കരുത് എന്നേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. പന്നിത്തീട്ടത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് പട്ടിക്കാഷ്ടം നല്ലതാണ് എന്ന് പറയരുത് എന്തേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായി? ഇവിടെ ഇസ്ലാമിനെ വെളുപ്പിക്കാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ ഇവിടെ വിഷയമുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു ഇന്ന മതം നല്ലതാണെന്നൊന്നും ഞാൻ പറയും. എത്രയോ മണ്ടത്തരങ്ങൾ പിന്നെ ബൈബിളിൽ എഴുതി വെച്ചു. ബൈബിൾ യോനായുടെ പുസ്തകം, പഴയ നിയമം യോനായുടെ പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. നിനവേ രാജാവ് പറയുന്നതായിട്ട്, മനുഷ്യരും മൃഗങ്ങളും ചാക്കുടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നടക്കുന്ന കേസാണോ? മനുഷ്യർക്ക് വേണേ ചാക്കുടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മൃഗങ്ങൾ എങ്ങനെയാ ചാക്കുടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? പന്നിയും പട്ടിയും പൂച്ചയും പുലിയും സിംഹവും ഒക്കെ ചാക്കുടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കൽ നടക്കുമോ? ഇങ്ങനെ ഒരുപാട് വിഡിത്തങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്നേ. യഹോവയെ പിന്നെ ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് മോശ അനുയായികളെ പിന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോഴേക്കും പിന്നെ യഹോവ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് രാത്രി ജൂതന്മാരുടെ പിന്നെ ഇസ്രായേൽ മക്കളുടെ വീടുകളിലെല്ലാം ഒരു ചുവന്ന തുണി
ജനലിൽ കൂടി താഴോട്ടിട്ടിരിക്കണം. കാരണം ഞാൻ ഇന്ന് രാത്രിയിൽ ഈ ഈജിപ്തിലൂടെ കടന്നു പോകും. അപ്പോൾ ഇസ്രായേൽ മക്കളല്ലാത്ത ബാക്കി എല്ലാവരെയും ഞാൻ സംഹരിക്കും എന്ന് പറയുന്ന ഒരു വചനമുണ്ട്. പഴയ നിയമം പുസ്തകത്തിൽ കിടപ്പുണ്ട്, പഴയ നിയമത്തിൽ കിടപ്പുണ്ട്. ശരിയാണ്, ഒരു ദൈവം ചെയ്യാൻ പാടുണ്ടോ? ദൈവമല്ലേ മറ്റുള്ളവരെ എല്ലാവരെയും സൃഷ്ടിച്ച്, ജൂതന്മാരെ മാത്രമല്ലോ എല്ലാവരെയും സൃഷ്ടിച്ച ദൈവം പറയാണ് ജൂതന്മാർ മാത്രം ഈ അടയാളം ഇടണം. അപ്പൊ എനിക്ക് മനസ്സിലാവും ഞാൻ നിങ്ങളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും സംഹരിക്കും. പറയാൻ പാടുണ്ടോ? ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, എനിക്കും അറിയാം. പക്ഷെ നിങ്ങളെപ്പോലുള്ളവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ വന്ന് വെച്ച് ഇസ്ലാമിനെ വെളുപ്പിക്കാൻ വരും. ഇസ്ലാമിന് വെളുപ്പിക്കും നിങ്ങളുടെ കുടിലതന്ത്രം. ഇപ്പൊ നിങ്ങൾ ഉപയോഗിച്ച കുടിലതന്ത്രം പല മൗലവിമാർ ഉപയോഗിക്കാൻ. ഇപ്പൊ 5:32 സൂറത്തുൽ മാഇദ 32 വാക്യം നിങ്ങൾ മുറിച്ചോതിയില്ലേ എന്ന് പറഞ്ഞാൽ ഇത് മുറിച്ചോതും, മുറിക്കും. പകുതി മുറിച്ചു അവർക്ക് ആവശ്യമുള്ള ഭാഗം എടുത്തേച്ച് മറ്റേതങ്ങോട്ട് മാറ്റിവെക്കും. 2:47 എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൗലവി ഓതിയതായിട്ട് നിങ്ങൾ കേട്ടോ? 2:47 സൂറത്തുൽ ബഖറ 47 വാക്യം അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? യാ ബനി ഇസ്രാഈല ഇദ്കുറൂ നിഅമത്തല്ലത്തി അൻഅംത അലൈക്കും വഅന്നി ഫളൽതുക്കും അലൽ ആലമീൻ. അതിന്റെ അർത്ഥം എന്നറിയോ? അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ജൂതന്മാർ ജയിച്ചുകൊണ്ടിരിക്കുന്നതും ഹമാസുകാർ തോറ്റു തുന്നം പാടിക്കൊണ്ടിരിക്കുന്നതും ഇസ്ലാമിക ലോകം ഈ ജൂതന്മാരോട് തോറ്റു തുന്നം പാടിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ഈ ഒറ്റ ആയത്തിൽ കിടപ്പുണ്ട്, 2:47 കിടപ്പുണ്ട്. ഹമാസുകാർ ഒരിക്കലും ജയിക്കാത്തതിന്റെ കാരണം എന്താ? 1948 മുതൽ 2024 വരെ ഒരു യുദ്ധം ചെയ്യുന്നു, ഇതുവരെയും ജയിച്ചിട്ടില്ല. ഈ പാലസ്തീനികളായ മുസ്ലിം ലോകം ഇതുവരെ ഇസ്രായേലിനോട് ജയിക്കുന്നില്ല. കാരണം ഈ 2:47 കിടപ്പുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു മൗലവി ഓതി കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും മൗലവി ഓതി കേട്ടിട്ടുണ്ടോ? യാ ബനി ഇസ്രാഈല ഇദ്കുറൂ നിഅമത്തല്ലത്തി അൻഅംത അലൈക്കും വഅന്നി ഫളൽതുക്കും അലൽ ആലമീൻ. അതിന്റെ അർത്ഥം എന്താ? ഇസ്രായേൽ സന്തതികൾക്ക് യാ ബനി ഇസ്രായേൽ, അല്ലയോ ഇസ്രായേൽ സന്തതികളെ, നിങ്ങൾക്ക് നാം ലോകത്തുള്ള സർവ്വ ജനവിഭാഗങ്ങളെക്കാളും അനുഗ്രഹവും ശ്രേഷ്ഠതയും നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ ഓർമ്മിക്കുക. 2:47 അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അള്ള പറയുകയാണ്, ഇന്ന് ലോകത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളെക്കാളും ജനതതികളെക്കാളും എല്ലാ ജാതിമത സമൂഹങ്ങളെക്കാളും ഞാൻ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹവും ശ്രേഷ്ഠതയും നൽകിയിരിക്കുന്നത് എന്ന് 2:47 പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും മൗലവി ഓതി കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും മൗലവി ഓതി കേട്ടിട്ടുണ്ടോ? ഇത് ഓതിയാൽ പൊളിഞ്ഞു പോകുന്നേ. ഹമാസുകാർ തോറ്റോണ്ടിരിക്കുന്നതിന്റെ കാരണം ചോദിക്കും മുസ്ലിങ്ങൾ എന്ന് വെച്ച്. മൗലവി അള്ളാഹ് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് ലോകത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളെക്കാളും അനുഗ്രഹവും ശ്രേഷ്ഠം ജൂതന്മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എങ്ങനെ ജയിക്കും മൗലവി ജൂതന്മാരോട്? പിന്നെ ഹമാസ് എങ്ങനെ ജയിക്കും? പിന്നെ ഹിസ്ബുള്ള എങ്ങനെ ജയിക്കും? പിന്നെ ഇറാൻ എങ്ങനെ ജയിക്കും? പിന്നെ നമ്മളെങ്ങനെ ജയിക്കും? അള്ളാഹ് ഇവർക്കല്ലേ അനുഗ്രഹവും ശ്രേഷ്ഠതയും കൊടുത്തിരിക്കുന്നത് എന്ന് ഈ മുസ്ലിം പോയി ചോദിക്കും മൗലവിയോട്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ ആയത്ത് ഓതാത്തത്, ഈ 2:47 ഓതാത്തത്. മനസ്സിലായോ? പിന്നെ ഇവരെന്താ ചെയ്യുന്നത്? ഇങ്ങനെ മുറിച്ചോതി. ഇപ്പം കിങ് ചെയ്ത പോലെ. ഇപ്പൊ കിങ് ചെയ്തില്ല, 5:32 മുറിച്ചില്ലേ? മുറിച്ച ചോദ്യം പോലെ മുറിച്ചോതി കേൾപ്പിക്കും ഇവരെ. ഈ പാവപ്പെട്ട മദ്രസപ്പെട്ടമാർക്ക് നിങ്ങളൊക്കെ അറിയില്ല, നിങ്ങൾ ഖുർആന്റെ ഒരു ആയത്തോ അറിയത്തില്ല, ഒരു തഫ്സീറോ ഓതി കേട്ടിട്ടില്ല. ഈ മൗലവി പറയുന്ന അതേ ഇവിടെ വിഴുങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ മൗലവി അവിടെ മുറിച്ചോ? ആയത്ത് ഓതിയപ്പം മുറിച്ചോ? ഏത് ഭാഗം ഓതിയത്? ആദ്യം വിട്ടു കളഞ്ഞോ? അവസാനം വിട്ടു? ഒന്നും അറിയത്തില്ല. ഇത് തന്നെ എം അക്ബറും ചെയ്തു. ഈ കിങ് ഇവിടെ ചെയ്ത് ഈ അടവ് എം അക്ബർ ചെയ്തു. എം അക്ബർ ജബ്ബാറും തമ്മിലുള്ള സംവാദത്തിൽ, ആഴക്കടൽ സംവാദത്തിൽ ആദ്യത്തെ മുകളിലത്തെ ആയത്തിന്റെ അർത്ഥം കൊണ്ട് അടിയിൽ കൊണ്ടേ ഒട്ടിച്ചു എം അക്ബർ. അടിയിലത്തെ ആയത്തെടുത്ത് മുകളിലും കൊണ്ടേ ഒട്ടിച്ചു. കാരണം പുള്ളി പറഞ്ഞത് അതേ ശാസ്ത്രം ഉണ്ടെന്നുള്ള ഒരു തെളിയിക്കാൻ വേണ്ടി, ശാസ്ത്രം തെളിയിക്കാൻ വേണ്ടി കൊണ്ടേ ഒട്ടിച്ചു വെച്ചു. മനസ്സിലായോ? അതുവരെ ഇവിടെ പിടിച്ചു, ലാസ്റ്റ് പിടിക്കപ്പെട്ടു. എം അക്ബർ കാണിച്ച കാപട്യം മുറിച്ചെടുത്തു. താങ്കൾ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ കാപട്യവും കള്ളത്തരവും കാണിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഇസ്ലാമിനെ രക്ഷിക്കാൻ പറ്റും? എന്തിന് നിങ്ങൾ ഈ കാപട്യവും കള്ളത്തരവും കാണിച്ച് അള്ളാഹുവിനെയും ഇസ്ലാമിനെ രക്ഷിക്കുന്നു? ഈ 2:47 ആയത്ത് പോലും ഓതാതെ ഇവിടെ കിടന്ന് നിങ്ങൾ അള്ളാഹുവിനെയും ഇസ്ലാമിനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഓതുന്ന ആയത്ത് മുറിച്ചോതിക്കൊണ്ടായത്തും അള്ളാഹുവിനെ ഇസ്ലാമിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. മുഫസ്സിറുകൾ കള്ളം എഴുതിക്കൊണ്ട് അള്ളാഹുവിനെ മുസ്ലിമുകളെ ഇസ്ലാമിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇല്ലാത്ത അർത്ഥം കൊടുക്കുന്നു. 68 ഉത്തില്ലു ബഅദ് ദാലിക സനീം, അവൻ ക്രൂരനും തന്തയില്ലാത്തവനുമാവുന്നു. ഏതെങ്കിലും ഒരു തഫ്സീർ എടുത്തു വെച്ച് നോക്കി അതിന്റെ അർത്ഥം എഴുതിയിരിക്കുന്നത് എന്താ? അവൻ ക്രൂരനും ദുഷ്കീർത്തി വരുത്തുന്നവനുമാവുന്നു. സനീം എന്ന അറബ് വാക്കിന് ദുഷ്കീർത്തി വരുത്തുന്നവന് അർത്ഥമില്ല. അറബിക് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ പോയി നോക്കോ, ബാസ്റ്റാർഡ് എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്, തന്തയില്ലാത്ത എന്നാണ് അർത്ഥം. പക്ഷെ മുഫസ്സിർ കൊടുക്കുകയില്ല. കാരണം അള്ളാഹിനെ മുഹമ്മദിനെ രക്ഷിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഈ വെള്ളപൂശാൻ വരുമ്പോഴാണ് ഞാൻ മറുപടി പറയുന്നത്. അല്ലാതെ എനിക്ക് ഈ ബൈബിളിലോ മറ്റു വേദഗ്രന്ഥങ്ങളോ ഒക്കെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇസ്ലാമിനെ വെള്ളപൂശാൻ വരുമ്പോൾ പന്നിത്തീട്ടത്തിൽ ചവിട്ടിയുന്നുകൊണ്ട് പട്ടിത്തീട്ടത്തെ വിളിപ്പിക്കാൻ പോയാൽ ഞാൻ സമ്മതിക്കില്ല.